അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കണ്ണൂർ നോർത്ത് BPC സുധീർ സാറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ ആദരണീയനായ അധ്യക്ഷൻ PTA പ്രസിഡന്റ് CP അബ്ദുള്ളക്കുട്ടി, വേദിയിൽ ഉള്ള മറ്റ് ആദരണീയ വ്യക്തിത്വങ്ങളെ, സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക P. ശ്രീജ ടീച്ചർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സ്കൂളിൻ്റെ 93ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് പരിപാടിയിലും പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പരിപാടിയിൽ ഏറ്റവും നല്ല രീതിയിൽ രക്ഷകർത്താക്കളുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യത്യസ്ത ധാരണകളാണ് നമ്മുടെ രക്ഷകർത്താക്കൾ പുലർത്തുന്നത്. ഏറ്റവും പ്രധാനമായും ഒരു കുട്ടിയുടെ മനുഷ്യൻ എന്ന രീതിയിലുള്ള മെച്ചപ്പെടുത്തലുകൾ പൂർത്തിയാക്കുന്നതാണ് വിദ്യാഭ്യാസം. ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ കുട്ടികളുടെ ഉള്ളിലെ മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്തിയെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൗവഞ്ചേരി UP സ്കൂളിൽ ഇപ്പോഴും ആ സ്കൂളിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലധികം കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നിരന്തരമായി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പഠന സമ്പ്രദായമാണ്. ഏറ്റവും അവസാനം എല്ലാ പാഠപുസ്തകങ്ങളും മാറ്റിക്കൊണ്ടാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയുടെ കാലഘട്ടമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SLC പരീക്ഷ അടുത്ത ദിവസത്തോടെ, ഒരു പരീക്ഷ മാത്രമാണ് ഇനിയുള്ളത്, ആ പരീക്ഷയോടെ അവസാനിക്കുകയാണ്. ഈ വർഷത്തെ SLC പരീക്ഷയുടെ പ്രത്യേകത ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SLC പരീക്ഷയും മറ്റു പരീക്ഷകളും നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ പരീക്ഷകളെല്ലാം എഴുതിയ കുട്ടികൾക്ക് ഏറ്റവും നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മാധ്യമങ്ങളിലൂടെ നാം ആകെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ നിരന്തരമായ പഠന പ്രക്രിയയിലെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ പ്രവർത്തനങ്ങളോടും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ഏത് പ്രവർത്തനം നടത്താൻ ആവശ്യപ്പെട്ടാലും എന്ത് മാറ്റങ്ങൾ നിർദ്ദേശിച്ചാലും ആ മാറ്റങ്ങളെ ആകെ പോസിറ്റീവായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാലയമാണ് നിങ്ങളുടെ മക്കളെല്ലാം പഠിക്കുന്ന മൗവഞ്ചേരി UP സ്കൂൾ എന്നുള്ളതിൽ, അത് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ രീതിയിലേക്ക് മാറാൻ ഈ സ്കൂളിൻ്റെ അധ്യാപകർ നിരന്തരമായ പരിശ്രമങ്ങൾ നടത്താറുണ്ട്. പൊതുവിൽ ഏത് കാര്യം ആവശ്യപ്പെട്ടാലും രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനങ്ങളാകെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിദ്യാലയമായി മൗവഞ്ചേരി സ്കൂൾ മാറുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാം ഈ സ്കൂളിൽ കുട്ടികളെ ചേർത്ത് വളരെ സന്തോഷത്തോടെ ഈ സ്കൂളിൻ്റെ
എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടു പോകുന്നത് എന്നതാണ് ഞങ്ങളാകെ കരുതുന്നത്. തീർച്ചയായും ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ വിദ്യാലയ മുത്തശ്ശിക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിലും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന ആശംസകളാണ് ഈ പരിപാടിയുടെ ഭാഗമായി നേരാനുള്ളത്. തീർച്ചയായും ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് എന്ന രീതിയിൽ ടീച്ചറുടെ പ്രവർത്തന കാര്യങ്ങളൊക്കെ, മികവുകളൊക്കെ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള സംസാരങ്ങളിൽ വിവിധ ആളുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഏത് കാര്യങ്ങളെയും ഒരു ടെൻഷനുമില്ലാതെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് ടീച്ചർക്കുണ്ട് എന്നാണ്. ആ രീതിയിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് ഈ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആകെ ടീച്ചർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. തീർച്ചയായും ഈ സ്കൂളിലെ അധ്യാപകരാകെ ടീച്ചറുടെ ഒരുമിച്ച് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിൽ ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള ചെറുപ്പക്കാരായ അധ്യാപകർ ഉൾപ്പെടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആ രീതിയിലുള്ള ഒരു മിക്സ്ചർ ഈ സ്കൂളിലുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ രീതിയിൽ സീനിയർ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ സ്കൂളിനെ ഏറ്റവും നല്ല നിലയിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പരിപാടിയുടെയും ഒരു സംഘാടനത്തെ ഞാൻ കാണുന്നത്. പലപ്പോഴും ഈ സ്കൂളിൽ ഇതുപോലുള്ള പരിപാടിക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ വാർഷികവും ഈ ഹാളിൽ തന്നെയാണ് പലപ്പോഴും നടത്തുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ രക്ഷകർത്താക്കൾക്കാകെ സൗകര്യമുള്ള ഒരു സമയത്ത് ഇതുപോലുള്ള പരിപാടികൾ ആവശ്യമായ സമയം നൽകി നടത്താൻ സ്കൂളിൻ്റെ അധികൃതർ എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച ഈ കണ്ണൂർ നോർത്തിലെ ഒരു വിദ്യാലയമായി മാറാൻ, അങ്ങനെ മാറ്റാൻ ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസിനും സ്റ്റാഫിനും മാനേജ്മെൻറ്റിനും എല്ലാം കഴിയുന്നുണ്ട്. തീർച്ചയായും ഇതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ കൂടുതലായി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രം ഇതിൻ്റെ അധികൃതരാകെ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായും ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീജ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ചില ഉപഹാരങ്ങൾ കൂടി നൽകുവാൻ BPC KC സുധീർ അവர்களോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ വർഷത്തെ അൽമാഹിർ LP സ്കോളർഷിപ്പ് നേടിയ നജ ഫാത്തിമ, അൽമാഹിർ LP വിഭാഗം, നജ ഫാത്തിമ, റീഹ ഫാത്തിമ, നജ ഫാത്തിമ, റീഹ ഫാത്തിമ, മുഹമ്മദ് സമീൽ PP, മുഹമ്മദ് സമീൽ PP, മുഹമ്മദ് ബിൻ ഉസ്മാൻ, അബ്ദുള്ള EP. നജ ഫാത്തിമ, റീഹ ഫാത്തിമ, മുഹമ്മദ് സമീൽ PP, മുഹമ്മദ് ബിൻ ഉസ്മാൻ, അബ്ദുള്ള EP. അൽമാഹിർ UP വിഭാഗം ഹിഫ്സ ഷമീർ, ഹിഫ്സ ഷമീർ, ജസ മറിയം, ജസ മറിയം, മുഹമ്മദ് ഷാൻ AK, മുഹമ്മദ് ഷാൻ AK, മുഹമ്മദ് ഷാൻ PP. രണ്ടായിരത്തി 2025 അധ്യയന വർഷത്തെ അൽമാഹിർ സ്കോളർഷിപ്പ് ജേതാക്കൾ സിമ്ര സാദിഖ്, നഷ്റ നൌഷർ. LP വിഭാഗം സിമ്ര സാദിഖ്, UP വിഭാഗം നഷ്റ നൌഷർ. സംസ്കൃതം സ്കോളർഷിപ്പ് വിഹാൻ S രജീഷ്, വിഹാൻ S രജീഷ്, ആലിക സുജിത്ത്, ആലിക സുജിത്ത്, യാൻഷിയ K, യാൻഷിയ K, ധ്യാൻവിക് ഷാജി,
ധ്യാൻവിക ഷാജി, അൻഷിക പി വി, നഷ്റ നൌഷർ. ധ്യാൻവിക ഷാജി, അൻഷിക പി വി, ശ്രീനേധ്യ ഒ, ശ്രീനേധ്യ ഒ, അലീഷ എസ് രജീഷ്, അലീഷ എസ് രജീഷ്, സാൻവിയ എൻ, അഭിനന്ദ് എം ആർ, അഭിനന്ദ് എം ആർ, പ്രിയന്ന സദൻ കെ പി, പ്രിയന്ന സദൻ കെ പി, വേദിക പി എസ്, വേദിക പി എസ്. ഏതാനും സമ്മാനം നൽകുവാനായി പി ടി എ പ്രസിഡന്റ് എ പി അബ്ദുൽകുട്ടി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാമ ഇക്ബാൽ സ്കോളർഷിപ്പ് ഉറുദു, ഹന്ന ഫാത്തിമ, ഹന്ന ഫാത്തിമ, മെഹറിൻ ഫാത്തിമ, മെഹറിൻ ഫാത്തിമ, ആയിഷ എ ടി, ആയിഷ എ ടി, റിസ ഫാത്തിമ എം കെ, സൻവ ഫാത്തിമ എൻ പി, റിസ ഫാത്തിമ എം കെ, സൻവ ഫാത്തിമ എൻ പി. നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ചില അനുമോദനങ്ങൾ നൽകുവാനായി പി ടി എ വൈസ് പ്രസിഡന്റ് നിസാർ വിസി അവർകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിതസേന സ്കോളർഷിപ്പ് മുഹമ്മദ് ആസിം കമാൽ, മുഹമ്മദ് ആസിം കമാൽ, ആയിഷ തമന്ന, മുഹമ്മദ് ഹാസിം കമാൽ, ആയിഷ തമന്ന, വേദിക വിപിൻ ദാസ്, വേദിക വിപിൻ ദാസ്, അവനിക അരുൺ, അവനിക അരുൺ, സാൻവിയ എം കെ, പ്രിയന്ന സദൻ കെ പി, ഷൻസ ഫാത്തിമ കെ കെ, ശിഖ കെ. ഏതാനും എൻഡോമെന്റുകൾ നൽകുവാനായി മദർ പി ടി എ പ്രസിഡന്റ് ജുവൈരിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി ദേവി ടീച്ചർ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് ആലിക സുജിത്, ഒന്നാം തരത്തിലെ മികച്ച വിദ്യാർത്ഥികളായ ആലിക സുജിത്, ആയിഷ ബിൻത് ആഷിഫ്, രണ്ടാം തരത്തിലെ മികച്ച വിദ്യാർത്ഥി അമീൻ. ക്യാപ്റ്റൻ സി ആർ നമ്പ്യാർ ഏർപ്പെടുത്തിയ കാർത്യായനി അമ്മ മെമ്മോറിയൽ എൻഡോമെന്റ് ആലിയ മെഹ്വിഷ് എ കെ, ആലിയ മെഹ്വിഷ് എ കെ.
ശ്രീ കെ പി രാജാനന്ദൻ മാസ്റ്റർ ഏർപ്പെടുത്തിയ അനന്തൻ മാസ്റ്റർ മൈഥിലി ടീച്ചർ മെമ്മോറിയൽ എൻഡോമെന്റ് ആലിയ ദാവൂദ്. ആലിയ ദാവൂദ്. കുമാരി അഭിരാമി ആൻഡ് അനുപ്രിയ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് ആയിഷ ഫാത്തിമ. ആയിഷ ഫാത്തിമ. രണ്ടാം തരത്തിലെ ആയിഷ ഫാത്തിമ. ശ്രീമതി പുഷ്പ ടീച്ചർ ഏർപ്പെടുത്തിയ ശ്രീറാം ചെമ്രത്തി എൻഡോൺമെന്റ് ഫൈഹ ഹൈറിൻ. ഏതാനും എൻഡോമെന്റുകൾ വിതരണം ചെയ്യാനായി മദർ പി ടി എ വൈസ് പ്രസിഡന്റ് രോഷ്നിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഏതാനും സമ്മാനങ്ങൾ നൽകുവാനായി നമ്മുടെ പ്രശസ്ത ഗായകനും വിശിഷ്ടാതിഥിയുമായ എം എ ഗഫൂർ കോഴിക്കോട് അവർകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഏതാനും എൻഡോമെന്റുകൾ നൽകാനായി നമ്മുടെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ശ്രീമതി പി ശ്രീജ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഇന്ദ്രൻ ഏർപ്പെടുത്തിയ ഷിജീഷ് മെമ്മോറിയൽ എൻഡോമെന്റ് ഫാത്തിമ എ ടി. ഫാത്തിമ എ ടി. ടി സി മുഹമ്മദ് ഹാജി ഏർപ്പെടുത്തിയ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് സിമ്ര സാദിഖ്. ടി സി മുഹമ്മദ് ഹാജി ഏർപ്പെടുത്തിയ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് സിമ്ര സാദിഖ്. കെ കെ ഖത്താബ് ഏർപ്പെടുത്തിയ കൊപ്പറക്കളത്തിൽ മറിയമ്മ മെമ്മോറിയൽ എൻഡോമെന്റ് ആയിഷ ഐസ ടി സി. ശ്രീ പി മുകുന്ദൻ ഏർപ്പെടുത്തിയ പട്ടത്താരി നാണിയമ്മ മെമ്മോറിയൽ എൻഡോമെന്റ് വേദിക വിപിൻ ദാസ്. ശ്രീ പി മുകുന്ദൻ ഏർപ്പെടുത്തിയ പട്ടത്താരി നാണിയമ്മ മെമ്മോറിയൽ എൻഡോമെന്റ് വേദിക വിപിൻ ദാസ്. പി മുകുന്ദൻ ഏർപ്പെടുത്തിയ ശോഭന മെമ്മോറിയൽ എൻഡോമെന്റ് റിസ ഫാത്തിമ 7A ആൻഡ് ധൻഷിത് 7E. താങ്ക് യു ടീച്ചർ.
ഇങ്ങോട്ടോ ഇവിടെ വന്നിരിക്കേ. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രശസ്ത ഗായകൻ MA ഗഫൂർ സാറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, 93 വർഷം സീനിയറായിട്ടുള്ള ഈ പ്രദേശത്തിന് വലിയൊരു വെളിച്ചം പകർന്ന് നൽകിയിട്ടുള്ള മൗവഞ്ചേരി UP സ്കൂളിൻ്റെ 93ാമത്തെ വാർഷികത്തിന് ഒരു അതിഥിയായി ഇവിടെ എത്താൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. നോമ്പിൻ്റെ മുമ്പ് ബാംഗ്ലൂർ മുസ്ലിം അസോസിയേഷൻ്റെ വലിയൊരു പ്രോഗ്രാം, മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സ്പീക്കറൊക്കെ പങ്കെടുത്ത കർണാടക മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്ത വലിയൊരു പ്രോഗ്രാമിൽ ബാംഗ്ലൂർ ഞാനും എൻ്റെ ട്രൂപ്പും അവിടെ പ്രോഗ്രാം നടത്താനുള്ള അവസരമുണ്ടായി. അപ്പോൾ അതിൻ്റെ എല്ലാമായ സിറാജ് സാഹിബ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഗഫൂർ, എൻ്റെ നാട് മൗവഞ്ചേരിയിൽ അവിടെ എൻ്റെ അനിയൻ സുഹൃത്തുക്കളൊക്കെ നോക്കി നടന്ന വലിയൊരു സ്ഥാപനമുണ്ട്, നമ്മളെ പ്രിയപ്പെട്ട TC അഷ്റഫ് ഖാൻ. അവിടെ 28-ാം തീയതി ഒരു പരിപാടി ഏറ്റെടുക്കാൻ പാടില്ല, തീർച്ചയായിട്ടും അവിടെ നിർബന്ധമായിട്ടും അവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറ്റെല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ എത്താനും നിങ്ങളെ കാണാനുള്ള ഭാഗ്യമുണ്ടായത്. ഞാൻ കുറച്ചു നേരം ഒരു കാഴ്ചക്കാരനായിട്ട് ഇവിടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട മക്കളുടെ അവർ ഈ സമ്മാനം വാങ്ങുമ്പോൾ അവരുടെ ഒരു സന്തോഷം, ആ മക്കളുടെ നിഷ്കളങ്കത, ഞാൻ എൻ്റെ അടുത്തിങ്ങനെ വന്നപ്പോൾ ഞാൻ അവരെങ്ങനെ ഒരു സന്തോഷം കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കി. അവരുടെ ഒരു നല്ല കുഞ്ഞു മനസ്സ്, ആ മനസ്സ് തൊട്ടറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ശ്രീജ ടീച്ചർ ഇവിടുന്ന് റിട്ടയറായിട്ട് പോകുന്നു. 10-30 വർഷത്തോളം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 2-3 തലമുറ പഠിച്ച ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ വാർഷികമാണല്ലോ നടക്കുന്നത്. അത് ഈ ചക്കരക്കൽ എന്ന് പറഞ്ഞ ഈ നാട്. ഞാൻ ശരിക്കും നമ്മൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരാളെ വിളിക്കുമ്പോൾ ചക്കരെ എൻ്റെ പഞ്ചാര എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ചക്കരക്കൽ എന്നുള്ള ഈ ചക്കര കിട്ടിയത് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ എവിടെയാന്ന് വെച്ചാൽ ഞാൻ ചക്കരക്കൽ എന്ന് പറയുമ്പോൾ എൻ്റെ നാടിൻ്റെ ഒരു ക്രെഡിറ്റാണ്. ഇതിൽ മോശ പേരൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. നമ്മളെ പേരിനൊപ്പം ചേർക്കാൻ പല നാടുകളും നമ്മളെ പേരിനൊപ്പം ചേർക്കാൻ കൊള്ളൂല, സത്യം പറയാണ് അല്ലേ അസ്രുക്ക? അപ്പോൾ അതൊരു ഭാഗ്യമാണ് ശരിക്കും. ചക്കരക്കല്ലിൽ ഇവിടെ ഞങ്ങൾ ചക്കരക്കല്ലാരാന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു മണ്ഡലം കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതമായിപ്പോയി. ധർമ്മടത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യന്മാരാണ് നിങ്ങൾ. കേരളത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണത്. അപ്പം ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞാൽ നമ്മുടെ അധ്യാപകർ നമ്മുടെ മാഷന്മാർ പറയുന്ന ചില വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്യും. അത് ജീവിതകാലം മുഴുവൻ നമ്മൾ മറക്കൂല. നമ്മളെ ജീവിതത്തിൽ പല നേട്ടങ്ങൾക്കും ആ ഒരു വാക്ക് കാരണമാവും. എന്നെ സംബന്ധിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ ഓർത്തു വെക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. ഞാൻ പഠിച്ചത് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി ഹൈസ്കൂൾ എന്ന സ്ഥാപനത്തിലായിരുന്നു. അവിടെ അപ്പോൾ ബാപ്പക്കട കച്ചവടമൊക്കെ അവിടെ ഉണ്ടായപ്പോൾ അതുകൊണ്ട് ഞാൻ ചന്ദ്രഗിരി സ്കൂൾ കാസർഗോഡാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ മാഷുണ്ടായിരുന്നു, ഒരു ദിവാകരൻ മാഷ്. അപ്പം ഞങ്ങൾ
സ്കൂളിൽ ജില്ലാ യുവജനോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിൻ്റെ ക്യാമ്പ് ഉണ്ടാവും. ക്യാമ്പിൽ നമ്മളെല്ലാവരും പല കലാകാരന്മാരും എല്ലാവരും കൂടി ഇരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് പറഞ്ഞു, ഗഫൂർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ ബാക്കി നിങ്ങളെല്ലാവരും നേടുന്ന മാർക്കിനേക്കാണ് അവൻ ഒറ്റയ്ക്ക് മതി നേടാൻ, അവൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മതി, ഇൻഡിവിജ്വലായിട്ട് നമ്മളെ സ്കൂളിന് മാർക്ക് കൊണ്ടുവരാൻ അവൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു സാധനം. അത് എനിക്കൊരു ഭയങ്കര ഒരു വലിയൊരു സ്പാർക്ക് മൈൻഡിൽ നമുക്ക് കിട്ടുന്നു, വലിയൊരു ധൈര്യം കിട്ടും. അതുപോലെ പിന്നെ പണ്ട് കോളേജിൽ ഒരു അറബി കോളേജിൽ ഞാൻ കുറച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ലാ യമൂത്തു മുഹമ്മദ് റാഫി ഫിൽ ജാമിയ എന്ന് പറഞ്ഞു. അപ്പം ഈ ജാമിയ അതായത് പിന്നെ മുഹമ്മദ് റാഫി ഈ ജാമിയ സ്ഥാപനത്തിൽ മരിച്ചിട്ടില്ല, മുഹമ്മദ് റാഫി മരിച്ചിട്ടില്ല, റാഫി ഇതാ ഇവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകൻ പറഞ്ഞൊരു വാക്കാണ്. അപ്പം നമുക്ക് അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പം അധ്യാപകരിൽ നിന്ന് അങ്ങനെ ഒരു വിഷ് ഇത് കിട്ടുക, എന്താ പറയുക, അല്ല ഒരു അനുഗ്രഹം കിട്ടുക, അവർ മനസ്സറിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചു വിട്ടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളെ വിദ്യാർത്ഥികൾ നേടേണ്ടത് അവരുടെ ഒരു സ്നേഹമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു അധ്യാപകൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഇറാനിൽ പോയിട്ട് അടിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഒരു സിനിമയിൽ വീണ്ടും നമ്മളെ മാമുക്കോയ ഒരു നാട്ടിൽ കയറിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വെല്ലുവിളിക്കുന്നുണ്ട്, ആരാടാ എന്നോട് ചോദിക്കാൻ, ഇവിടെ ആരാടാ എന്നോട് മല്ലിടാൻ ആരാടെന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, മാമുക്കോയ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ ഉടനെ കൊച്ചിൻ ഹനീഫ ചെന്നിട്ട് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ ഹനീഫ പിന്നെ നേരിടാൻ വേണ്ടിയിട്ട് മാമുക്കോയനെ നേരിടാൻ കൊച്ചിൻ ഹനീഫ മാമുക്കോയൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നു. പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് മാമുക്കയുടെ ഭാഗത്തുണ്ട്. മാമുക്ക ഈ പിന്നെ കൊച്ചിൻ ഹനീഫാൻ്റെ തോളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങളോട് രണ്ടുപേരോട് മത്സരിക്കാൻ ആരുണ്ടടാ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രസക്തമായൊരു സംഭവമാണ്. ഇറാനും ഞാനും തീരുമാനിക്കും ഹുർമുസ് കടലിടുക്ക് ഇനി ലോകത്തിന് തുറന്നു കൊടുക്കണം, ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ ഒരു കമൻസ് നമ്മളെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം അങ്ങനെയാണ്. ഏതായാലും നമ്മളൊക്കെ പടച്ചവും കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. കാരണം എൻ്റെയൊക്കെ അനിയനുണ്ട്, നമ്മളെ പലരും മക്കളും സഹോദരന്മാരും ഉപ്പയും അളിയന്മാരും ഒക്കെ പുതിയാപ്പിളന്മാരും എല്ലാവരും ഗൾഫ് നാടുകളിൽ അതിനെ ആശ്രയിച്ചുകൊണ്ടാണ്, അവരയക്കുന്ന സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളെ ഈ സ്ഥാപനം, നമ്മുടെ നാട് തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഴയ കാളവണ്ടി യുഗത്തിൽ തന്നെ ജീവിച്ചു പോകുമായിരുന്നു. ഗൾഫാണ് നമ്മളാക്കിയത് ഇന്ന് കാണുന്ന എല്ലാ പ്രതാപങ്ങൾക്കും കാരണം. അപ്പം അതിന് കോട്ടം വരാതിരിക്കട്ടെ, നമ്മൾ സന്തോഷം എന്നും ഉണ്ടാവട്ടെ. നമ്മൾ പഴയ കാലത്തേക്ക് വീണ്ടും അങ്ങനെ തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മഹത്യാപരം ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പം ലോകം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, TV തുറക്കാൻ പോലും പറ്റില്ല, ഭയങ്കര സങ്കടം തന്നെ. ഏതായാലും നമ്മളെ രാജ്യത്ത് ഏതായാലും ഇനി ബോംബൊന്നും ഇങ്ങനെ, ബോംബിൻ്റെ നാടാണ് എന്നാലും പറയാം അങ്ങനെയല്ല, ബോംബ് ഒന്നിപ്പം വലിയ പിന്നെ മുകളിൽ നിന്ന് വന്ന് വീഴുന്ന സംഭവം ഒന്നും ഇപ്പം ഏതായാലും നമ്മൾ അനുഭവിച്ചിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും നമ്മളിപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മളൊക്കെ ദൈവം രക്ഷിക്കട്ടെ ഈ അവസ്ഥയിൽ നിന്ന്. പിന്നെ മനസ്സ് തട്ടി ആത്മാർത്ഥമായിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, ഇതുകൊണ്ട് പിന്നെ വലിയ സാമ്പത്തിക നേട്ടം ഒന്നും ആഗ്രഹിക്കാതെ കുട്ടികൾ എന്തെങ്കിലും പഠിക്കട്ടെ, നമ്മൾ നാട്ടുകാരൊക്കെ നന്നാവട്ടെ എന്ന് മനസ്സ് ശരിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെ പിന്നിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സംഘാടകർ, ഇതിന് ആത്മാർത്ഥമായിട്ട് പിരിവടത്തുന്ന ആൾക്കാർ, ഇതിനു വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച് അവരുടെ മറ്റെല്ലാ സമയങ്ങളും ഒഴിവാക്കിയിട്ട് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ഇതിൻ്റെ ഇതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ തലപ്പത്തിരിക്കുന്ന പ്രഗത്ഭരെ, അവർക്കൊരു വലിയ സല്യൂട്ട് കൊടുക്കുക. അവരെ നമ്മൾ മുഴുവൻ സപ്പോർട്ടും കൊടുക്കുക. അവർ നിങ്ങളിന്ന് വലിയ നേട്ടം ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താനും ഒരു അതിഥിയായി ഇവിടെ എത്താൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. എല്ലാ ഭാവങ്ങളും നേരുന്നു.
നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജ ടീച്ചർക്ക് യാത്രയപ്പ് മംഗളം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹലോ 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 ഇത് കുറച്ച് ഡിലേ ഇട്ടോ. കുറച്ച് ഇത് വേണം. ഒരു സീറ്റാക്കും വോക്കൽ സീറ്റായിട്ട്. മരം പോലെ. ഹലോ ഹലോ നോക്കാം. റെഡിയാണ്. പാടല്ലേ? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി പാടി തുടങ്ങുന്നത് ഒരു സമീപകാലത്തെ മലയാള സിനിമയിൽ വന്ന മാപ്പിളപ്പാട്ടുകളുടെ ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഫെമിലർ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളുടെ ഒരു ടൈറ്റിൽ മാത്രമാണ്. പാട്ട് മുഴുവൻ പാടാതെ ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ട്രാക്ക് ലേശം വോളിയം കൂട്ടണം കേട്ടോ. ഓക്കെ. കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ? കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ? ഇഷ്കിന്റെ ഹിക്മത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സകാത്ത് നൽകാത്ത നിസ്കാരത്തയമ്പിനെ പടച്ചോൻ കാണൂല, നമ്മളെ പടച്ചോൻ കാണൂല. കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരി ചാറുണ്ടോ? ഇഷ്കിന്റെ ഹിക്മത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സകാത്ത് നൽകാത്ത നിസ്കാരത്തയമ്പിനെ പടച്ചോൻ കാണൂല, നമ്മളെ പടച്ചോൻ കാണൂല.
മാണിക്കപ്പൂമൊത്ത് മാനിമ്പപ്പൂമോള് മനസ്സനെ മയക്കണ മുഞ്ചേറും മോറ് മുത്തപ്പൂവിതളത്ത് തിളങ്ങും മേനിയിൽ മുത്തമൊന്ന കവിളിൽ കൊടുക്കാൻ പുതി മാണിക്കപ്പൂമുത്ത് മാനിമ്പപ്പൂമോള് മനസ്സനെ മയക്കണ മുഞ്ചേറും മോറ് മുത്തപ്പൂവിതളത്ത് തിളങ്ങും മേനിയിൽ മുത്തമൊന്ന കവിളിൽ കൊടുക്കാൻ പുതി കേൾക്കുന്നില്ല 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പെണ്ണെ നീ പോരുമോയൻ കൽബെന്ന കൊട്ടാരത്തിൽ പെണ്ണെ നീ പോരുമോയൻ കൽബെന്ന കൊട്ടാരത്തിൽ മുത്തുക്കുടയും ചൂടി പോരുമോ നീ നല്ല മുത്തുക്കുടയും ചൂടി പോരുമോ നീ ഞാലിയലിക്കത്തിട്ട് 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 കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട് ആഹാ കസവിന്റെ തട്ടമിട്ട് വെള്ളിയറഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മഹറും കൊണ്ടു നടന്നവർ കൂനിക്കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞുകള്ളപ്പഹയത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി പനിനീര് പെയ്യുന്നു 14 രാവിൽ പനിമതി പിടയെ വിളിക്കുന്നു പുതിയൊരു സൽമൂളിപ്പൈങ്കിളി പനിനീര് പെയ്യുന്നു 14 രാവിൽ പനിമതി പിടയെ വിളിക്കുന്നു പുതിയൊരു സൽമൂളിപ്പൈങ്കിളി മധുവർണ്ണപ്പൂവല്ലേ നറുനിലാപ്പൂമോടല്ലേ മധുവർണ്ണപ്പൂവല്ലേ നറുനിലാപ്പൂമോടല്ലേ മധുരപ്പതിനേഴിൽ ലങ്കിമറിയുന്നോളെ 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 മധുവർണ്ണപ്പൂവല്ലേ നറുനിലാപ്പൂമോടല്ലേ മധുരപ്പതിനേഴിൽ ലങ്കിമറിയുന്നോളെ 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 തരിവളകൾ ചേർന്ന് കിലുങ്ങി താമര ഇതൾ മിഴികൾ തിളങ്ങി
തരുണി മണി ബീബി നബീസ മണിയറയിൽ നിന്ന് വിളങ്ങി, മണിയറയിൽ നിന്ന് വിളങ്ങി. കരിവളകൾ ചേർന്ന് കിലുങ്ങി, താമര ഇതൾ മിഴികൾ തിളങ്ങി. തരുണി മണി ബീബി നബീസ മണിയറയിൽ നിന്ന് വിളങ്ങി, മണിയറയിൽ നിന്ന് വിളങ്ങി. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ലമൊട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ, നല്ല പാട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ലമൊട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ, നല്ല കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. മയിലാഞ്ചിത്തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മുഞ്ചത്തി, മൈക്കണ്ണാൽ കൽവിലാമിട്ടു കത്തിച്ച വമ്പത്തി, കമ്പില്ലാതുള്ള കരിമ്പ് പോലുള്ള നിന്മേനീ, കണ്ട് മുതൽ കാരോ കൽവിൽ മേടുന്ന് മുള്ളാണി. മയിലാഞ്ചിത്തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മുഞ്ചത്തി, മൈക്കണ്ണാൽ കൽവിലാമിട്ടു കത്തിച്ച വമ്പത്തി, കമ്പില്ലാതുള്ള കരിമ്പ് പോലുള്ള നിൻവേദി, കണ്ട മുതൽ കാരോ കൽവിൽ മേടുന്ന മുള്ളാണി. താങ്ക് യു. ഇഷ്ടമായോ? ഇഷ്ടമായോടോ? ഓക്കെ, താങ്ക് യു. ഈ ഒരു അടുത്ത പാട്ടിൽ വരാം. ഞാൻ പാടുന്നുണ്ടോ? ഞാൻ അടുപ്പിച്ച് ഒന്നുകൊണ്ട് പാട്ടാടി ഞാൻ പോയിക്കോട്ടോ. കോഴിക്കോടെ തന്നതാണ്. കുട്ടികളെ പ്രോഗ്രാമില്ലേ? ഈ മൗവഞ്ചേരിയിൽ എനിക്ക് 2-3 സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുടെ പേരെന്തായാലും പറയാണ്. അതായത് എൻ്റെ ഒട്ടേറെ പാട്ടുകൾ എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ള, നമ്മൾ ഓഡിയോ കാലത്ത്, ഓഡിയോ ഒക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ എന്നെക്കൊണ്ട് നല്ല പാട്ട് പഠിപ്പിച്ചിട്ടുള്ള, അങ്ങനെ ഞാൻ ഈ മൗവഞ്ചേരി എന്ന നാടൊക്കെ കേൾക്കുന്നത്. കെ നസീർ എന്നൊരു സുഹൃത്തുണ്ട്. കെ നസീർ, നമ്മളെ നസീർ ഭായ്. അതുപോലെ ഒരു ആരിസ് ചക്രക്കല്ല്, നമ്മൾ നന്നായിട്ട് ഒന്നിച്ച് പാടുന്ന സുഹൃത്ത്. അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട ഒരു നല്ലൊരു ഗാനരചയിതാവ്, അതിൻ്റെ പാട്ട് ഞാൻ കുറേ പാടിയിട്ടുണ്ട്. മിസ്റ്റർ റഫീഖ് മൗവഞ്ചേരി. അതിപ്പോൾ ഇവിടെ കണ്ണൂരിൽ തന്നെയാണ്. ഇവരൊരു ടീമായിരുന്നു. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോഴും. നല്ല പാട്ടുകൾ ഇപ്പോഴും, പണ്ട് കുറേയേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ നാട്ടിലെത്തിയപ്പോൾ അവരെ പ്രത്യേകം ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് റഫീ സാഹിബിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടിൻ്റെ വരികൾ ഏതെങ്കിലും പാടാൻ കേട്ടോ.
ഓക്കെ. मेरे मितवा मितवा मेरे मित्रे मित्रे आजा तुझको पुकारे मेरे गीत रे मेरे गीत रे ओ मेरे मितवा मेरे मीत रे आजा तुझको पुकारे मेरे गीत रे मेरे गीत रे ओ मेरे मितवा नाम न जानो तेरा देश न जानो नाम न जानो तेरा देश न जानो कैसे मैं भेजूं संदेश न जानो ये फूलों की ये झूलों की रुत न जाए बीत रे आजा तुझको पुकारे मेरे गीत रे मेरे गीत रे ओ मेरे मितवा तरसेगी कब तक प्यासी नजरिया तरसेगी कब तक प्यासी नजरिया बरसेगी कब मेरे आंगन बदरिया तोड़ के आजा छोड़ के आजा दुनिया की हर रीत रे आजा तुझको पुकारे मेरे गीत रे मेरे गीत रे ओ मेरे मितवा मेरे मीत रे आजा तुझको पुकारे मेरे गीत रे मेरे गीत रे ओ मेरे मितवा ഏതാനും കലാകാരികൾക്ക് സമ്മാനം നൽകുവാനായി ഈ മികച്ച കലാകാരനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ എ ഗ്രേഡും നേടിയ കലാകാരികൾ സംസ്കൃതം പ്രശ്നോത്തരി സാൻവിയ എൻ, സിദ്ധരൂപോച്ചാരണം സാൻവിയ എൻ, സംസ്കൃതം ഗാനാലാപനം ശ്രീദേവ് കെ, സംസ്കൃതം പ്രശ്നോത്തരി സാൻവിയ എൻ, സംസ്കൃതം സിദ്ധരൂപോച്ചാരണം സാൻവിയ എൻ, സംസ്കൃതം ഗാനാലാപനം ശ്രീദേവ് കെ, LP വിഭാഗം ആംഗ്യപ്പാട്ട് നിരഞ്ജന നിഷോദ്, സംസ്കൃതം ഗാനാലാപനം പെൺകുട്ടികൾ വേദിക വിപിൻ ദാസ്, സബ് ജൂനിയർ ഗേൾസ് 80 മീറ്റർ ഹഡിൽസ്
ഫാത്തിമത്ത് റഷ MKP, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ന്യൂ മാത്സ് പരീക്ഷയിൽ വിജയിയായ മുഹമ്മദ് ഷാൻ അൽ ഖമർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്കൃതം സ്കോളർഷിപ്പ് വിജയി പ്രിയന്ന സദൻ KP, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംസ്കൃതം സ്കോളർഷിപ്പ് വിജയി വേദിക PS, ഹരിതസേന സ്കോളർഷിപ്പ് വിജയി പ്രിയന്ന സദൻ KP, ഹരിതസേന സ്കോളർഷിപ്പ് വിജയി അവനിക അരുൺ, സംസ്കൃതം ഗാനാലാപനം വേദിക വിപിൻ ദാസ്, മലയാളം കവിതാലാപനം വേദിക വിപിൻ ദാസ്, ഇംഗ്ലീഷ് പദ്യം വേദിക വിപിൻ ദാസ്. സംസ്കൃതം ഗാനാലാപനം വേദിക വിപിൻ ദാസ്, മലയാളം കവിതാലാപനം വേദിക വിപിൻ ദാസ്, ഇംഗ്ലീഷ് പദ്യം വേദിക വിപിൻ ദാസ്. ന്യൂ മാത്സ് വിജയി മുഹമ്മദ് ഷാൻ അൽ ഖമർ. താങ്ക് യു സർ. ഏതാനും എൻഡോമെന്റ് വിതരണം ചെയ്യാനായി മദർ PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി രോഷ്നിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പട്ടത്താരി മുകുന്ദൻ ഏർപ്പെടുത്തിയ ശോഭന മെമ്മോറിയൽ എൻഡോമെന്റ് ഏറ്റുവാങ്ങുവാനായി റിസ ഫാത്തിമ, ശ്രീമതി M ഷൈജ ടീച്ചർ LSS വിജയികളിൽ ഏറ്റവും മിടുക്കിയായ കുട്ടിക്ക് ഏർപ്പെടുത്തിയ എൻഡോമെന്റ് LSS വിജയി സിമ്ര സാദിഖ്, ഏറ്റവും മിടുക്കിയായ USS വിജയി നഷ്റ നൌഷർ, ശ്രീമതി MK ലളിത ടീച്ചർ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് സംസ്കൃതത്തിലെ മികച്ച വിദ്യാർത്ഥി 5ാം തരം ശ്രീനേദ്യ O, സാൻവ്യ N 6ാം തരം, പ്രിയന്ന സദൻ KP 7ാം തരം. അല്ലാമ ഇക്ബാൽ സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് ഹന്ന ഫാത്തിമ, അല്ലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് എക്സാം ക്യാഷ് അവാർഡ് ഹന്ന ഫാത്തിമ, മെഹറിൻ ഫാത്തിമ, ആയിഷ AT, റിസ ഫാത്തിമ MK, സൻവ ഫാത്തിമ NP. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്നോട് കുറേയേറെ പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമുക്ക് മറ്റൊരു കലാവാം വിത്ത് ഓർക്കസ്ട്രൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ നമുക്ക് മറ്റൊരു ദിവസം. ഇത് നമുക്ക് മൈനസ് ട്രാക്കിൽ പാടുമ്പോൾ അതിന് കുറേ ലിമിറ്റുകളുണ്ട്. എന്നാലും ഒരു പ്രിയപ്പെട്ട ഒരു ആസ്വാദകൻ എന്നോട് ആവശ്യപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട K രാഘവൻ മാഷിൻ്റെ